തിരുവനന്തപുരം വെമ്പായത്ത 16-കാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചത് അഭിജിത്ത് എന്ന സുഹൃത്ത്. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചു. കേസിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മാർച്ച് 3-നാണ് അഭിജിത്തിനെ കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, നിർണായകമായൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്? വിഷ്ണു, തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് 16 വയസ്സുകാരനെ കാണാതായ സംഭവത്തിലായപ്പോൾ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. മാർച്ച് 5-നാണ് പേട്ടയിൽ ട്രെയിൻ തട്ടി ഒരു അജ്ഞാത മൃതദേഹം ലഭിക്കുന്നത്. ഇത് ഈ വെമ്പായത്ത് നിന്ന് കാണാതായ അഭിജിത്ത് ആയിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ സംസ്കരിക്കുകയായിരുന്നു. പേട്ട പോലീസാണ് അജ്ഞാത മൃതദേഹത്തിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചെന്നും രേഖകളില്ലാത്തതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കില്ലെന്നുമാണ് പേട്ട പോലീസിന്റെ വിശദീകരണം. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത്. അഭിജിത്തിനെ കാണാനിരുന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ തന്നെ വട്ടപ്പാറ പോലീസിന് പരാതി നൽകിയിരുന്നു. അത് മാർച്ച് 14-ാം തീയതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ മാർച്ച് 5-ാം തീയതിയാണ് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ചത്. ബന്ധുക്കളാരും വന്നില്ലെന്നും മൃതദേഹം തിരിച്ചറിഞ്ഞില്ലെന്നും വിശദീകരിച്ചുകൊണ്ടാണ് ഈ പോലീസ് അഭിജിത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത്. ഏപ്രിൽ 5-ന് അഭിജിത്തിന്റെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിലിപ്പോൾ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് സംഭവിച്ചിട്ടുള്ളത്. പേട്ടയിൽ വെച്ച്, അതായത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് അഭിജിത്ത് തന്നെയാണ് അന്ന് ട്രെയിൻ തട്ടി മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്ത് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ മകൻ എന്ത് സംഭവിച്ചതാണെന്ന് അറിയണമെന്നും തങ്ങളെ അറിയിക്കാതെ പോലീസ് മൃതദേഹം സംസ്കരിച്ചത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായ അന്വേഷണത്തിൽ വെമ്പായം പോലീസും വട്ടപ്പാറ പോലീസും നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവ് സംഭവിച്ചിട്ടുള്ളത്. അഭിജിത്തിനെ സുഹൃത്തുക്കളാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പിതാവ് പറയുന്നത്. ഒപ്പം തന്നെ മുൻപ് ഈ സുഹൃത്തുക്കളോട് താൻ ബന്ധപ്പെട്ടെങ്കിലും അവർ കൃത്യമായ മറുപടി തന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഈ മിസ്സിംഗ് കേസിലും തുടർന്ന് മകന്റെ മരണത്തിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തും അടക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. സ്വാഭാവികമായും ഒരു മൃതദേഹം ലഭ്യമാകുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലഭ്യമായില്ല എങ്കിൽ ഈ മൃതദേഹം തിരിച്ചറിയുന്നതടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതാണ്. ഇത്ര ദിവസം അത് മോർച്ചറിയിലടക്കം സൂക്ഷിച്ച് പരസ്യമടക്കം നൽകി അതിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഈ മൃതദേഹം സംസ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കാവൂ. പക്ഷേ ആ നടപടികളൊന്നും തന്നെ അഭിജിത്തിന്റെ കേസിൽ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയരുന്നത്. എന്തായാലും മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പോലീസ് അത് തന്നെയാണ്. കൂടുതൽ നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.